ചെപ്പോക്കിലെ കോട്ടയില് ഞങ്ങളെ തോൽപ്പിച്ചാൻ ആർക്കും പറ്റൂല എന്നുള്ളത് കഴിഞ്ഞ കളി കണ്ടല്ലോ. വലിയ കൊമ്പത്തെ ടീമായിട്ട് വന്നോനെ 138 ഓൾ ഔട്ട് ആക്കിയാ വിട്ടത്. ചെപ്പോക്കില് മാത്രം ഇന്നത്തെ കളിയുടെ ചെപ്പോക്കിലാണ്. മറ്റേ പ്ലേ ഓഫ് എവിടെ? ചെപ്പോക്കിലാണ്. ഫൈനൽ എവിടെ? ചെപ്പോക്കിലാണ്. നിങ്ങൾ തോൽക്കാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. തോറ്റിക്കണേ അപ്പൊ തോൽക്കുന്നുള്ള അവിടെ തെളിഞ്ഞു. അത് ഞങ്ങൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കും. അതായത് CSK ചെപ്പോക്കില് തോൽക്കാൻ കഴിയും, തോൽക്കും. ഓല് അങ്ങനെ വലിയ കൊമ്പത്തെ ടീം അല്ല എന്നുള്ളത് ഞങ്ങൾ ഊട്ടി ഉറപ്പിക്കും. ഉറപ്പല്ലേ? എത്ര സ്ഥാനത്ത് മുംബൈന്റെ RCBന്റെ ഒപ്പം 6 പോയിന്റ് ആയിട്ട് നിൽക്കണം. ഞങ്ങൾ കഴിഞ്ഞ കളി ജയിച്ചു. അതും ആരെ പൊട്ടിച്ചാണ്ട് KKR മാരക ഫോമില് കളിക്കണ KKRനെ പൊട്ടിച്ച് ആദ്യം ബാസ്റ്റോന്റെ തോൽപ്പിച്ചാണെന്ന് ചേസ് ചെയ്ത് റെക്കോർഡാട്ടോ ഞങ്ങള് കണ്ടില്ല. ഞങ്ങള് അങ്ങനെ അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ്. പണ്ട് വേർസോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേടിയും ബഹുമാനൊക്കെ ആ പേടി എല്ലാവർക്കും വന്നു. ഇപ്പൊ എപ്പോഴെങ്കിലും പൂക്കണ മൂപ്പരോടുള്ള പേടിയും പിന്നെ ഫോമായി കളി പറഞ്ഞാൽ ആദ്യത്തെ കളിയല്ല, അവസാനത്തെ കളിയാണ്. അപ്പൊ മൂപ്പര് അവസാന ഫോമാണ് നിക്കണ ചോരത്തളപ്പിൽ നിക്കണ സമയമാണ് അത്. CSKന്റെ അത് വേറെ കാര്യം. പിന്നെ ശശാങ്ക് ഉണ്ട്, അശുതോഷ് ഉണ്ട്, പ്രഭ്സിംറാനോ അടിച്ചില്ലേ? എന്തടി! അതായത് ഞങ്ങൾ പവർ പ്ലേ കൊടുക്കുന്നതാണ് പെരുവടി ചക്കം. ഞങ്ങൾ ആ ഒരു പരീക്ഷണ ഫലം കണ്ടുപോ. ഇന്നത്തെ കളിയിലും അങ്ങനെ തന്നെ കാര്യം, CSKനായിട്ട് അങ്ങനെ തന്നെ കാര്യം. മൂപ്പര് പെരുവാടിക്കാരും ഒരു സംശയം വേണ്ട. ആത്മവിശ്വാസം കാണുമ്പോഴാണ് ഞങ്ങളിപ്പോ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ടീം. നിങ്ങളെ രഹാനന്ദിര, നിങ്ങളെ ജഡേജ എന്തിനാ, നിങ്ങളെ മിച്ചൽ എന്തിനാ? 14 കോടിയോ കഴിഞ്ഞ കളിയില് 50 ആണ് അടിച്ചത്. മിച്ചല് ലാസ്റ്റ് 2 ഫോററ്റ് കഴിഞ്ഞ കളിയിൽ ഒരു തുഴച്ചിലും അല്ല. അതിന്റെ മുമ്പത്തെ കളികളൊക്കെ ഓക്കെ. ഇതിപ്പം ഫോമായി അറിഞ്ഞില്ല ബാറ്റ്സോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മിച്ചലും കിടിലും ഫോമിലായി. പിന്നെ കഴിഞ്ഞ കളിയില് 50 ബോളാണ് അത് അടിച്ചത്. കഴിഞ്ഞ കളിയിൽ ആദ്യം നന്നായിട്ട് 5-6 ബോളുണ്ട്. പിന്നെ മൂപ്പര് 2 4 5-6 4 അടിച്ച് മൂപ്പര് നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് കഴിഞ്ഞ കളി കളിച്ചത്. പിന്നെ ഗെയ്ക്വാദ് കഴിഞ്ഞാൽ 98. അതിന്റെ മുമ്പത്തെ കളി ഗെയ്ക്വാദ് സെഞ്ചുറി. യുവ പിന്നെ എല്ലാ കളിയിലും അടിയോടടി. പിന്നെ തല വരിക, ഒരു ബോൾ നേരിടുക, 4 അടിച്ച. ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ നെഞ്ചിടിപ്പാന്ന് ഞങ്ങൾക്ക്. അതായത് 1 ബോളോ 2 ബോളോ ഇനിയിപ്പോ മാക്സിമം പോയോ 1 ഓവറോ ബാക്കി ഉണ്ടെങ്കിൽ തല ഇറങ്ങും. അല്ലെങ്കിൽ ആ ബാക്കിയുള്ള ചെക്കന്മാർ ഇറക്കി വിടും. ഒരു 3-4 ഓവർ ചെക്കന്മാര് കുറച്ചേരം അടിച്ചോട്ടെ ചിട്ടി ചെക്കന്മാരെ വിടും. അങ്ങനെ അവസാനം ഫിനിഷർ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം വന്ന് ഫിനിഷ് ആക്കുക. അതാണ് അല്ലാത്ത ഫിനിഷാണ്. പല കളികളിലും തോറ്റിക്കാണ് ചെയ്തിരിക്കുന്നത്. അത്ര വലിയ കോൺഫിഡൻസ്. തല ഔട്ടായിക്കണം അവിടെ. ഇതിപ്പോ 1-2 ആൾക്കാരില്ല. അതാണ് അവസ്ഥ. ആദ്യം ഇറങ്ങട്ടെ. ഇറങ്ങും ചെയ്ത് നല്ലോണം തച്ചും ചെയ്യുന്നില്ല. ഒന്നുമല്ല, മൂപ്പര് ഔട്ടാകാൻ പേടിച്ചിട്ട് ലാസ്റ്റ് 2 ബോളിൽ വരും. അത്ര തന്നെ. എന്നിട്ട് 2 വീസിൽ വെച്ചാണ്ട് മറ്റേ കാടൻ അടി അടിച്ചാണ് പോകുന്നത്. ഈ അടി അടിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് ഒക്കെ വാങ്ങിക്കൊടുത്തത്. പഴയ പുരാണെന്നും പറഞ്ഞ ഒരു കാര്യമില്ല. മൂപ്പര് അത്ര വലിയ ആളാണെങ്കിൽ ആദ്യം ഇറങ്ങിക്കാണ്ട് ഇന്ന് ഞങ്ങൾക്കെതിരെ ആദ്യം ഇറങ്ങിക്കാണ്ട് തെളിയിച്ചിട്ട് മൂപ്പര്. കാലിന് പരിക്കും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യനാണ്, മെഷീനല്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിതില് ആ മറ്റേ ഗെയ്ക്വാദിന് ധൂപൻ എടുത്തിട്ടാ ഞങ്ങൾ കളി ജയിച്ചു. അത് വേറെ കാര്യം. അതിനുള്ള തന്ത്രങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു അടാറ് തോൽവി അത് CSKക്ക് ഉണ്ടാവും. കഴിഞ്ഞ ഒറ്റ കളി ജയിച്ചാണ് ഈ ഭാഗത്തുള്ള. അത് റെക്കോർഡാണ്. ആ റെക്കോർഡിന്റെ ഒരു പിന്തുടർച്ച ഒന്നും ഉണ്ടാവും. ആത്മവിശ്വാസക്കാ വെല്ലുവിളിയാ. അതൊക്കെ തന്നോളം പോകുന്നവരോട് മതി. 5 കപ്പുള്ള CSKനോട് വേണ്ട.